ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജയിലിൽ കിടക്കുന്നവർക്ക് ശമ്പളം കൂട്ടി എന്ന് പറയുന്ന വാർത്തയാണ് നമ്മൾ 2 ദിവസം മുമ്പ് കേട്ടത് അല്ലേ. അപ്പോൾ അവർക്ക് ഏകദേശം സ്കിൽഡ് വർക്കേഴ്സിന് 620 രൂപയും സെമി സ്കിൽഡ് വർക്കർക്ക് 560 രൂപയും അല്ലാത്തവർക്ക് 530 രൂപ വെച്ചും കിട്ടും. അപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളോടാണ്. ഇത്രയും പൈസ കൂട്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികളായ ആൾക്കാരൊന്നും മിണ്ടുന്ന കണ്ടിട്ടില്ല. ഒരു 1-2 ചാനലിൽ ഒരു ന്യൂസ് അവറായിട്ട് വന്നിട്ടല്ല ഉള്ളതല്ലാതെ അധികം ചർച്ചകളോ ഒന്നുമില്ലാതെ പോയി. കാരണം ഇത്രയും പൈസ കൂട്ടുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തും ചെയ്യാൻ മനസ്സ് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പെട്ടെന്നൊരു വഴക്കോ ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോയി കിടക്കും, അവിടെ പോയി ഇപ്പോൾ നല്ല ഫുഡാന്ന് പറയാറുണ്ട്. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ പല ആൾക്കാരും പറഞ്ഞ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ഇങ്ങനെ കൂട്ടുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്ത് ജനത്തിന് അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഈ പൈസ കിട്ടാൻ പോകുന്നത് സാധാരണ ഒരു സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വന്ന് അല്ലെങ്കിൽ എന്തൊരു ഇതിന്റെ പുറത്ത് ഒരു മരണം സംഭവിച്ച് ജയിലിൽ പോകുന്ന ആൾക്കാർ മാത്രമല്ല ഉള്ളൂ. ആ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ഗോവിന്ദച്ചാമി. 2, ഒരു പയ്യനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ എന്നല്ല പേര്, കഷായം കൊടുത്തു കൊന്ന ഗ്രീഷ്മ. പിന്നെ ജോളി, 4-5 പേർക്ക് സൈനൈഡ് കൊടുത്തു കൊന്ന ജോളി. പിന്നെ നമ്മുടെ TP വധക്കേസിൽ 56 വെട്ടിക്കൊന്ന ആ ആൾക്കാർ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പീഡന കേസിൽ ആയിട്ടുള്ള പൾസർ സുനിയെ പോലുള്ള ആൾക്കാർ. അങ്ങനെ ഫേമസ് ആയിട്ട് ഗുണ്ടാ സംഘത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലുള്ള ആൾക്കാരാണ് ജയിലിൽ കിടക്കുന്നത്. അല്ലാതെ പട്ടാളത്തിൽ പോയിട്ട് അവാർഡ് മേടിച്ചിട്ട് അകത്ത് പോയി കിടക്കുന്ന ആൾക്കാരല്ല അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ ജനങ്ങളുടെ ടാക്സിന്റെ പൈസയാണെന്ന് പറയത്തില്ലായിരിക്കും. കാരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയ പൈസയായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കി വിറ്റ പൈസയാണെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ വരുന്നത്. ഇവർക്ക് അക്കോമഡേഷൻ, പിന്നെ അവർക്ക് ആവശ്യമായ ഫുഡിന്റെ ഇതെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ മെനു ആണ്. ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പൊ ശനിയാഴ്ച അവിടെ കൊടുക്കുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, തോരൻ, മട്ടൻ കറി, പുളിശ്ശേരി. സത്യം പറഞ്ഞാൽ ആഴ്ച ഒരു ദിവസം മട്ടൻ കറി വെച്ച് എത്ര വീട്ടിൽ ഫുഡ് കഴിക്കുന്നുണ്ട്? ചോറ്, അവിയൽ, എരിശോരി, പുളിശ്ശേരി, ചോറ്, സാമ്പാർ, അവിയൽ, തൈര്, ചോറ്, മീൻകറി, അവിയൽ, പുളിശ്ശേരി. എല്ലാ ദിവസവും ഓരോ വിഭവങ്ങൾ കൊടുക്കുകയാണ്. രാവിലെയോ ഇഡ്ഡലി, ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം ഉപ്പുമാവ്, ഒരു ദിവസം ചപ്പാത്തി. അങ്ങനെ ഓരോ മെനുവാണ്. ചായ, 4 മണിക്ക് ചായ, രാത്രിയിൽ അതുപോലെ തന്നെ എല്ലാം ചോറ്, തോരൻ, ചോറ്, രസം, കപ്പപ്പുഴുക്ക്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അവരൊന്നും അവാർഡ് മേടിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്ന ആൾക്കാരല്ല. നമ്മുടെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളായ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നില്ല? കുറെ യൂട്യൂബർമാരും അല്ല മറ്റുള്ളവരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ലാതെ ഇതിനെതിരെ ശക്തമുയർത്താത്ത എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ദിവസം 600 രൂപ എന്ന് പറയുമ്പോൾ 10 ദിവസമാകുമ്പോൾ എത്ര രൂപയായി? ചിന്തിക്കേണ്ട കാര്യമല്ലേ? എൻ്റെ ഒരു സംശയമാണ്. മാസങ്ങളോളം സമരം ചെയ്ത ആശാവർക്കർമാരുണ്ട്, അവർക്കൊരു 50 രൂപ പോലും കൂട്ടിക്കൊടുത്തിട്ടില്ല ഇതുവരെ. അതിന് സർക്കാരിൻ്റെ പൈസയില്ല, കാര്യങ്ങളും ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വെറും 69-70 രൂപ ഉണ്ടായിരുന്ന ഒരു എമൗണ്ട് ഒറ്റയടിക്ക് നേരെ 580 അല്ലെങ്കിൽ 600 രൂപയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഒരു ആവശ്യം എന്താണുള്ളത്? എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ഓരോ ദിവസത്തെ വാർത്ത കേൾക്കുമ്പോഴും പുതിയ തലമുറ വരുന്നത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അവർക്കപ്പം കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ള കേസുകളിൽ പെടാനോ അവർക്ക് പേടിയാവേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇത്രമാത്രം പൈസ കൊടുക്കുന്നത് ഒഴിവാക്കിക്കൂടെ എന്നെൻ്റെ ഒരു ചോദ്യം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാം, ഇന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും പൈസ കൊടുക്കുന്നതെന്ന് പറയാം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതേ രീതിയിൽ കമൻറ്റ് ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.